ഏതൊരു യാത്രക്കാരൻ്റെയും ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും ലക്ഷദ്വീപ്. എന്നാൽ ലക്ഷദ്വീപിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് പ്രൊസീജിയർ നോക്കുന്ന ഒരാളാണെങ്കിൽ ദിസ് ഈസ് ദ വീഡിയോ ഫോർ യു. സേവ് ഇറ്റ് ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസ്. ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പാക്കേജ് എടുത്ത് പോകാൻ പറ്റും. അതാകുമ്പോൾ കംപ്ലീറ്റ് അവർ ടേക്ക് കെയർ ചെയ്തോളും. രണ്ടാമത്തെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും ലോക്കൽ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ, ഒരു ലോക്കൽ സ്പോൺസർ ഉണ്ടെങ്കിൽ അവർ ത്രൂ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. ഫസ്റ്റ് വൺ ഇസ് PCC, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ 2 to 7 ഡേയ്സിന്റെ ഉള്ളിലാണ് നമുക്ക് PCC കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്ഷയ സെന്ററിലോ കഫേയിലോ പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാനും പറ്റും. PCCക്ക് കറന്റ് 800 ആണ് ഫീ വരുന്നത്. അത് നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുമ്പോൾ, ഇനി അതല്ല നിങ്ങൾ അക്ഷയ ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 900 ആണ് അവരുടെ സർവീസ് ചാർജ് കൂടെ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും ഒരു ആപ്ലിക്കേഷൻ ഫോമും ആണ് വേണ്ടത്. PCC കിട്ടിയാൽ ഉടനടി നമ്മൾ ചെയ്യേണ്ട സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ പെർമിറ്റിന് അപ്ലൈ ചെയ്യാന്നുള്ളത്. നിങ്ങൾ പാക്കേജ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ട്രാവൽ ഏജന്റിനോ, ഇനി അതല്ല ഒരു ലോക്കൽ സ്പോൺസർ വഴി പോകുന്ന ഒരാളാണെങ്കിൽ അവർക്കോ നിങ്ങളുടെ PCCയും ആധാർ കാർഡും ഫോട്ടോയും ഷെയർ ചെയ്യുക. പിന്നെ അവർ നിങ്ങളുടെ പെർമിറ്റിന്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തോളും. അങ്ങനെ പെർമിറ്റിന്റെ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് 2 രീതിയിൽ ലക്ഷദ്വീപിൽ എത്താൻ പറ്റും. ഒന്ന് ഷിപ്പിനും ഒന്ന് ഫ്ലൈറ്റിനും. ഷിപ്പിന് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറന്റ്ലി നിങ്ങൾക്ക് ടിക്കറ്റുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ലോക്കൽസിന് തന്നെ ട്രാവൽ ചെയ്യാൻ ടിക്കറ്റ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫ്ലൈറ്റ് ആണ്. കൊച്ചിയിൽ നിന്നും ഗോവയിൽ നിന്നാണ് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. കമ്പാരിറ്റീവ്ലി ഗോവയിലാണ് നമ്മൾ ടിക്കറ്റ് റേറ്റുകൾ കുറവായിട്ട് കാണിക്കുന്നത്. സീസൺ അനുസരിച്ചാണ് നമ്മൾ ടിക്കറ്റിന്റെ പ്രൈസ് ഒക്കെ വരുന്നത്. ഒരു 2500 മുതൽ ഒരു 20 to 25 വരെയൊക്കെ ടിക്കറ്റ് റേറ്റ് വൺ സൈഡ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും ഒരു 2-3 മാസം മുന്നേ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ്സിന്റെ റേറ്റ് ഒക്കെ വളരെ കുറഞ്ഞ ചീപ്പർ റേറ്റിന് കിട്ടാൻ സാധ്യതകൾ. പിന്നെ അഡീഷണലി നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു ID കാർഡോ ആധാർ കാർഡോ ഒക്കെ കയ്യിൽ കീപ്പ് ചെയ്യുക, എന്തെങ്കിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതല്ലാതെ ലക്ഷദ്വീപ് ഒരു ഡ്രൈ ലാൻഡ് ആണ്. അതുകൊണ്ട് ആൽക്കഹോൾ പോലുള്ള ഒരു കാര്യങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നല്ല ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനും സാധ്യതകളുണ്ട്. സോ കീപ്പ് ഇൻ മൈൻഡ്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് DM to me. ഇനി അതല്ല നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്, നല്ല പാക്കേജിന് വേണ്ടി തിരയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ DM ചെയ്യാം. ഞാൻ ട്രിപ്പുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. യൂഷ്വൽ ലക്ഷദ്വീപ് പാക്കേജ് പോലെയുണ്ട്. ബജറ്റ് മുതൽ പ്രീമിയം വരെയുണ്ട്. ഇനി അതുമല്ല നിങ്ങളൊരു അഡ്വഞ്ചർ സീക്കർ ആണ്, നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ ഒരു അഡ്വഞ്ചർ എക്സ്പീരിയൻസുകൾ വേണമെങ്കിലും നമ്മൾ ഡൈവിംഗ് കോഴ്സും അതിൻ്റെ കൂടെ വാട്ടർ ആക്ടിവിറ്റീസും കൾച്ചറൽ റിട്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പാക്കേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാനൊരു നമ്പർ താഴെ കൊടുക്കാം, അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ലക്ഷദ്വീപ് വിശേഷങ്ങളുമായിട്ട് കാണും. ചിൽഡ്രൻ ബൈ ബൈ ഫ്രം ശ്രുതി.